ഹലോ അസ്സലാമലൈക്കും എല്ലാവർക്കും റമദാൻ മുബാരക്ക്. അപ്പോൾ ഇന്ന് നല്ലൊരു ഇഫ്താർ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ നല്ല ഹെൽത്തിയാണ്, അതുപോലെ നല്ല ടേസ്റ്റിയാണ്. എണ്ണക്കടിയൊന്നും അല്ല, ഉള്ളി വയറ്റണ്ട, ഒരുപാട് ടൈമൊന്നും വേസ്റ്റ് ആവില്ല. നല്ലൊരു അടിപൊളി റെസിപ്പിയാണ്, മസ്റ്റ് ട്രൈ ആണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം. അതിനായിട്ട് ഞാൻ ഫസ്റ്റായിട്ട് 1 കപ്പ് മൈദയാണ് കേട്ടോ എടുക്കുന്നത്. പിന്നെ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട്, പിന്നെ വെള്ളത്തിന് അളവൊന്നുമില്ല, നമ്മളൊരു ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്നില്ലേ ആ ഒരു പാകത്തിൽ നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. അധികം ഹാർഡാവാത്ത രീതിയിൽ സോഫ്റ്റായിട്ട് തന്നെ കുഴച്ചെടുക്കുക. നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്ന പോലെ തന്നെ ആ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മളിത് കുഴച്ചെടുക്കാൻ. അപ്പോൾ നമ്മുടെ ഡോ ഇവിടെ റെഡി ആയിട്ടുണ്ട്, കണ്ടില്ല, ഈ ഒരു സോഫ്റ്റായിട്ട് വേണം നമ്മൾ കുഴച്ചെടുക്കാൻ. ഇനി ഇത് 1 മണിക്കൂർ നമുക്ക് ഒന്ന് കവർ ചെയ്ത് വെക്കാം, റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ. പിന്നെ ഈ ഒരു ടൈമിൽ നമുക്ക് ഫില്ലിങ്സ് ഉണ്ടാക്കാം. അതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ബോൺലെസ് ചിക്കനാണ്. അത് ഞാനൊന്ന് മിക്സിയിൽ ഒന്ന് പൾസ് മോഡിലിട്ട് ഒന്ന് കറക്കിയതാണ് കേട്ടോ, ഒന്ന് റിവേഴ്സിൽ കറക്കിയതാണ്. ബോൺലെസ് ചിക്കനാണ് കേട്ടോ. അതിലേക്ക് ഒരു പകുതി ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ ഒരു 5-6 പച്ചമുളക്, കാരണം ഇതിൽ കൂടുതൽ മസാലപ്പൊടികളൊന്നും വരുന്നില്ല. അപ്പോൾ എരിവ് നമുക്ക് അത്യാവശ്യം ഇഷ്ടമായതുകൊണ്ട് തന്നെ കൂടുതൽ പച്ചമുളക് ചേർത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില പൊടിയായി അരിഞ്ഞത്, അതുപോലെ തന്നെ മല്ലിയിലയും പുതിനയിലയും പൊടിയായി അരിഞ്ഞത്. പിന്നെ ആവശ്യത്തിന് ഉപ്പുകൂടി ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് മസാലപ്പൊടിയായിട്ട് ആകെ ഒരു കുരുമുളക് പൊടി മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഇഞ്ചി ചതച്ചത്, പിന്നെ 1 ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചത് കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ സോയാ സോസാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എരിവ് അത്യാവശ്യം കുറവാണ് വേണ്ടതെങ്കിൽ പച്ചമുളകിൻ്റെ അളവ് കുറച്ചാൽ മതി കേട്ടോ. ഞങ്ങൾക്ക് അത്യാവശ്യം എരിവ് ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ കൂടുതൽ പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ചൂടുള്ള ഓയിലാണ് കേട്ടോ. ഇതുകൂടി ഒഴിച്ച് പെട്ടെന്നൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പം വേറെ ഓയിലൊന്നും നമ്മൾ ഉപയോഗിക്കുന്നില്ല, ഇത്രയേ ഉള്ളൂ. വേറെ മസാലപ്പൊടികളോ ഉള്ളി വയറ്റോ ഒന്നും ചെയ്യുന്നില്ല. അപ്പം നല്ല ഹെൽത്തിയാണ്, അതുപോലെ നല്ല ടേസ്റ്റിയാണ്. അപ്പം നമ്മൾ മസാല ഇവിടെ ഫില്ലിങ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കുക ചെയ്യുക. അപ്പോൾ 1 മണിക്കൂറൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഡോ ഒന്നുകൂടെ ഞാനൊന്ന് കുഴച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് നമുക്ക് ഇത് പൊടി ഇട്ടിട്ട് ഇതിൻ്റെ ബോൾസ് ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാനിതിൻ്റെ ബോൾസ് ഏകദേശം ഒരു പപ്പടത്തിൻ്റെ സൈസിലാണ് നമുക്കിതിൻ്റെ പരത്തി എടുക്കേണ്ടത്. അതുകൊണ്ട് തന്നെ കുഞ്ഞു കുഞ്ഞു ബോൾസാണ്, ഒരു ചെറുനാരങ്ങ വലുപ്പത്തിലുള്ള ബോൾസാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുക. അപ്പോൾ ഈ ഒരു വലുപ്പത്തിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് കൂടുതൽ ചെറുതായാലാണ് ടേസ്റ്റ് ഉണ്ടാവും, വലിയ സൈസിൽ ഉണ്ടാക്കിയാൽ ഒരു കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഇതൊന്ന് നമുക്ക് പരത്തിയെടുക്കാം. ഒരുപാട് കട്ടിക്കുമല്ല, എന്നാൽ തീരെ നേർങ്ങനെ നൈസായിട്ടും അല്ലാത്ത രീതിയിൽ വേണം നമ്മളിത് പരത്തിയെടുക്കാൻ. ഒരു പപ്പടത്തിൻ്റെ ഒരു കട്ടിയിൽ വേണം പരത്തിയെടുക്കാൻ. അപ്പോൾ നമ്മൾ ഇത് പരത്തി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഫില്ലിങ്സ് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ മസാലയാണ് വെച്ച് കൊടുക്കുന്നത്. ശേഷം നമ്മളിതൊന്ന് കവർ ചെയ്തെടുക്കുന്നുണ്ട്. അത് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കാം കേട്ടോ. ഏത് ഷേപ്പായാലും ഇതുമില്ല, സ്റ്റീം ചെയ്തെടുക്കുന്നതാണ്. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഉണ്ടാക്കാം. മോമോസ് എന്ന് പറയുമ്പോൾ പല ഷേപ്പിലും വരുന്നുണ്ട്. അതുപോലെ ഈ മസാല എല്ലാവരും ഉണ്ടാക്കുന്ന മസാലയല്ല, വെറൈറ്റി മസാലയാണ്, നല്ല ടേസ്റ്റാണ്. എന്തായാലും മസ്റ്റ് ട്രൈ ആണ് കേട്ടോ. മോമോസ് എന്ന് പറയുന്ന ഒരു ചൈനീസ് റെസിപ്പിയാണ് ശരിക്കും പറഞ്ഞാൽ. പക്ഷേ നമ്മൾ മലയാളികൾ ഉണ്ടാക്കുന്ന ഒരു ടേസ്റ്റി ആയിട്ടുള്ള രീതിയിലാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പം ഞാനിത് സ്റ്റീലിൻ്റെ പ്ലേറ്റിൽ കുറച്ച് ഓയിലൊക്കെ തടവി എല്ലാം ഇതുപോലെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്കിതൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ സ്റ്റീം ചെയ്യാനുള്ള സെറ്റപ്പൊക്കെ റെഡിയാക്കി, വെള്ളമൊക്കെ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ റെഡിയാക്കി വെച്ചിട്ടുള്ള പ്ലേറ്റ് ഇറക്കി വെച്ച് കൊടുക്കാം. ശേഷം കവർ ചെയ്തിട്ട് ഒരു 15 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. 15 മിനിറ്റ് മതിയാ, ഉള്ളിലത്തെ ചിക്കനൊക്കെ നല്ല പെർഫെക്റ്റ്. ഇപ്പോൾ ഒരു 15 മിനിറ്റ് ഒക്കെ കഴിഞ്ഞ് ഞാൻ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ട് കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ്, മസ്റ്റ് ട്രൈ ആണ്, ആർക്കും കഴിക്കാം. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഓയിൽ ഫ്രൈ ചെയ്തിട്ടും കഴിക്കാം കേട്ടോ. അപ്പോൾ എനിക്ക് ഓയിൽ ഫ്രൈ അപ്പോൾ ഇതിൻ്റെ ഉള്ളൊക്കെ നന്നായിട്ട് പെർഫെക്റ്റായിട്ട് കുക്കായിട്ടുണ്ട് കേട്ടോ. നമ്മൾ വയറ്റൊന്നും ചെയ്യാത്തതുകൊണ്ട് ചില ആൾക്കാർക്ക് സംശയമാണ്, ഇത് ടേസ്റ്റ് ഉണ്ടാവില്ലേ, പച്ചിറച്ചി പോലെ ഉണ്ടാവുമോ എന്നൊക്കെ. നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്യുക. അതുപോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക, ഓളെന്ന ഓപ്ഷനും കൊടുക്കുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ, താങ്ക് യു.